എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഹം ബ്രഹ്മാസ്മിയുടെ 45-ാം സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണ, തുടർന്നുള്ള ക്ലാസ്സിനായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജയേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. അജ്ഞാനാന്തർഗഹന പതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈ. ഓം ഹരിശ്രീ ഗണപതായേ നമഃ. അവിഘ്നമസ്തു. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന സഗുണ നിർഗുണ ഉപാസകർക്ക് ഭേദാധിഷ്ഠിതമായിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് സൗന്ദര്യലഹരി എന്ന ഈ മഹത്തരമായ കൃതി എന്ന് നാം പറയുകയുണ്ടായി. നമസ്കാരസ്തദാശീശ്ച സിദ്ധാന്തോക്തി പരാക്രമ വിഭൂതി പ്രാർത്ഥനാചേതി ഷഡ്വിധം സ്തോത്രലക്ഷണം എന്ന വിധിപ്രകാരം സ്തോത്രത്തിന് 6 ലക്ഷണങ്ങളാണ്. ആ ലക്ഷണങ്ങളെല്ലാം നമസ്കാരം, ആശിസ്, സിദ്ധാന്തോക്തി, പരാക്രമം, വിഭൂതി, പ്രാർത്ഥന, ഇങ്ങനെയുള്ള ഈ 6 ഷഡ്ഗുണങ്ങളും 6 ഗുണങ്ങളും തികഞ്ഞ സർവലക്ഷണയുക്തമായിരിക്കുന്ന ഒരു സ്തോത്രമാണ് സൗന്ദര്യലഹരി എന്ന് നാം ആദ്യം തന്നെ പറയുകയുണ്ടായി. അങ്ങനെയുള്ള ആ സൗന്ദര്യലഹരിയുടെ ആദ്യത്തെ 41 ശ്ലോകങ്ങൾ നമ്മൾ തന്ത്രശാസ്ത്രപരമായ ബന്ധപ്പെട്ട ദർശനങ്ങളാണ് എന്ന് പറഞ്ഞു. 42 ശ്ലോകങ്ങൾക്ക് ശേഷം ദേവിയുടെ കേശാദിപാദം അല്ലെങ്കിൽ കിരീടം മുതൽ പാദം വരെയുള്ള വർണ്ണനയാണ് എന്ന് നാം പറയുകയുണ്ടായി. അങ്ങനെ ആ കിരീടം മുതൽ പാദം വരെയുള്ള വർണ്ണനകൾ ഏതാണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ 91 ശ്ലോകങ്ങളാണ് നമ്മൾ എത്തിയത് അല്ലേ. ദേവിയുടെ പദന്യാസ ക്രീഡാ പരിചയമി വാരബ്ധു മനസ എന്ന് നാം പറയുകയുണ്ടായി. അപ്പോൾ ദേവിയുടെ പുറകെ നടക്കുവാനായിട്ട് ഉപാസകരായ ഹംസങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുവരെ നാം പഠിക്കുകയുണ്ടായി. നമുക്കിന്ന് 93-ാമത്തെ ശ്ലോകമാണ് നാം ഇന്ന് അർത്ഥമറിഞ്ഞ് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ആ 93-ാമത്തെ ശ്ലോകം നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. അരാളാകേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ ഗിരീഷാഭാചിത്തേ ദൃശതുപലശോഭാകുചതടേ ഭൃശം തന്വീ മധ്യേ പ്രധുരുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോർ ജയതി കരുണാ കാചിദരുണ. അരാളാകേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ
ഗിരീഷാഭാചിത്തേ ദൃഷതുബലശോഭാകുചതടേ. അല്ലയോ അമ്മേ, കേശേഷു അരാള. കേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുടി. അമ്മയുടെ മുടികളിൽ എന്താണുള്ളത്? അരാള, വക്രതയാണ് എന്നാണ്. അപ്പൊ അമ്മയുടെ മുടികൾ വക്രത എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയുടെ മുടികള് ചുരുണ്ട തലമുടിയാണ് എന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് അതിനെക്കുറിച്ച് പഠിച്ചു അല്ലേ? അരാളൈ സ്വാഭാവ്യ 45-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. അരാളൈ സ്വാഭാവ്യ തളികളഭസ ശ്രീഭിരളകൈ പരീതം തേ വക്രം പരിഹസിത പങ്കേരുഹരുചിം എന്ന്. അവൻ നൈസർഗികമായി തന്നെ വളഞ്ഞിരിക്കുന്ന ചെറിയ വണ്ടുകളെ പോലെ മിനുമിനുത്ത കറുപ്പ് നിറമാർന്ന ചുരുമുടികളെ കൊണ്ട്, അളി എന്ന് പറഞ്ഞാൽ വണ്ട്, കളഭം കുട്ടി, ഇങ്ങനെ കുഞ്ഞ് വണ്ടുകളെ കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണ് അമ്മയുടെ ആ തലമുടികൾ. അത് താമരപ്പൂവിൻ്റെ ശോഭയെയും പരിഹസിക്കുന്നു. പരീതം തേ വക്രം പരിഹസതി മങ്കേരുഹരുചിം എന്ന് നമ്മൾ 45-ാമത്തെ ശ്ലോകത്തിൽ പഠിക്കുകയുണ്ടായി. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? അരാളാകേശേഷു. അപ്പം അമ്മയുടെ മുടികളിൽ വക്രതയാണ്. അപ്പം അമ്മയുടെ തലമുടികൾ നല്ല ചുരുണ്ട തലമുടികളായിട്ട് വളരെ കാന്തിയാർന്നവയാണ് എന്ന് പറയുന്നു. പിന്നീടോ പ്രകൃതി സരള മന്ദഹസതേ. മന്ദഹസതേ പ്രകൃതി സരള. അപ്പം മന്ദഹസതേ എന്ന് പറഞ്ഞാൽ ആ മന്ദഹാസത്തിൽ, അമ്മയുടെ ആ മന്ദഹാസത്തില് എന്താണ്? പ്രകൃതി സരള. അപ്പോ പ്രകൃത്യായുള്ള ഒരു സരളത. പ്രകൃത്യായുള്ള സരളത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വളരെ സ്വഭാവജന്യമായിരിക്കുന്ന, അല്ലെങ്കിൽ സ്വഭാവേന എപ്പോഴും മന്ദഹസിതമാണ് അമ്മയുടെ മുഖഭാഗം. അങ്ങനെ കാന്തിയാർജിച്ച മുഖത്തോടു കൂടിയാണ് ദേവി എപ്പോഴും തന്നെ. മുഖത്തൊരു ദുഷ്ടഭാവം ഒരിക്കലും ഉണ്ടാവുന്നില്ല അല്ലേ? നമ്മൾ പറയാറുണ്ട്, മുഖം പത്മതളാകാരം വാചാ ചന്ദനശീതളം പക്ഷേ ഹൃദയം വന്യസന്തപ്തം ത്രവിധം ദുഷ്ടലക്ഷണം എന്നൊക്കെ നാം പറയാറുണ്ട്. അവരുടെ ദേവിക്ക് അങ്ങനെയൊന്നുമല്ല. ഉപാസകർക്ക് എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഭയാത്രാതും ദാതും ഫലമതിച്ച വാഞ്ചാസം അധികം എന്നാണ്. ആഗ്രഹിക്കുന്നതിൽ അധികമായിട്ട് ഫലം തരുന്ന വളരെ മന്ദഹസിതയായിരിക്കുന്ന മനസ്സുകൊണ്ടും മുഖഭാവം കൊണ്ടും എപ്പോഴും തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ഉപാസകർക്ക് അനുഗ്രഹം മാത്രം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ഭഗവതിയുടെ രൂപമാണ് ഇവിടെ പറയുന്നത്. അരാളാകേശേഷു പ്രകൃതി സരള മന്ദഹസിതേ. അവ മന്ദഹാസത്തില്, അമ്മയുടെ മന്ദഹാസത്തില് പ്രകൃതിയായുള്ള ഒരു സരളത, സ്വഭാവേന സരളമായിട്ട്. പിന്നീടോ ഗിരീഷാഭാചിത്തേ ദൃഷതുപലശോഭാകുചതടേ. ചിത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സില്. 45 ഇപ്പൊ 47. അപ്പൊ ചിത്തേ മനസ്സില്, ഗിരീഷാഭ ചിത്തേ ഗിരീഷാഭ, ഗിരീഷാഭ ചിത്തേ, ചിത്തേ ഗിരീഷാഭ ചിത്തത്തില് മനസ്സില് ഗിരീഷാഭ എന്നാണ്. ഗിരീഷാഭ, ഗിരീഷം എന്ന് പറഞ്ഞാൽ നെന്മാനി ഇതുണ്ടല്ലോ, നെന്മേനി വാഗപ്പൂവാണ്. നെന്മേനി വാഗപ്പൂവിനാണ് ഗിരീഷം എന്ന് പറയുന്നത്. അങ്ങനെ ആഭ, അതിൻ്റെ ആ ഒരു നിർമ്മലത, ആ നെന്മേനി വാഗപ്പൂവിൻ്റെ ഒരു നിർമ്മലതയും. പിന്നീടോ ദൃഷതുബലശോഭ കുജതടേ. കുജതടേ അമ്മയുടെ ആ സ്ഥലങ്ങളില് എങ്ങനെയാണ്? ദൃഷതുബലശോഭ അമ്മിക്കുഴവിയുടെ പോലെയുള്ള കാഠിന്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയുടെ ആ സ്തനഭാരങ്ങള് അമ്മിക്കുഴ പോലെ കാഠിന്യമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. അതിനെക്കുറിച്ച് നാം പഠിച്ചിരുന്നു. എന്താണ്? തപസ്തന്യം മന്യേ ധരണധരകന്യേ ഹൃദയത. 75-ാമത്തെ ശ്ലോകത്തിൽ നാം പഠിച്ചു. തപസ്തന്യം മന്യേ ധരണധരകന്യേ ഹൃദയത്തെ പയ പാരാവാര പരിവഹതി സാരസ്വതമിവ ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യ തവയത് കവീനാം പ്രൗഢാനാം അജനികമനീയ കവയിത. അപ്പോ പർവ്വതരാജപുത്രിയായിരിക്കുന്ന പാർവതി അമ്മയുടെ ആ ഹൃദയത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന സ്തന്യം എന്നാണ്. അപ്പൊ ഹൃദയത്തിൽ നിന്നുമാണ്. അതെങ്ങനെയാണ്? സുധാസമുദ്രമാകുന്ന, അല്ലെങ്കിൽ സരസ്വതി വിലാസമാണ് എന്നാണ്. അപ്പോൾ തൻ്റെ ഉപാസകർക്ക്
അമൃതാണ്. അങ്ങനെ അനശ്വരമായിരിക്കുന്ന, അമൃത് നിറഞ്ഞിരിക്കുന്ന, സരസ്വതി വിലാപം ഉൾക്കുന്ന, വാക്കുകളെ അനസ്യൂതമായി ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലങ്ങളാണ്. അത് ഈ സംസാര ലോകത്തിലെ സകല ജനങ്ങൾക്കും വേണ്ടതെല്ലാം നൽകുന്നതാണ്. അതിനു വേണ്ടിയുള്ള ആ കാഠിന്യമാണ് ഇവിടെ അമ്മിക്കുഴ പോലെ എന്ന് പറഞ്ഞ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദൃഷതുബലശോഭാകുചതടേ, അമ്മയുടെ ആ സ്തനഭാരങ്ങള് അമ്മിക്കുഴ പോലെ അത്രയധികം കഠിനമാണ്. പിന്നീടോ ഭൃശം തന്വീ മധ്യേ പൃഥുരുരസിജാരോഹ വിഷയേ, മധ്യേ എന്നാൽ അമ്മയുടെ ആ ഭാഗം, മധ്യഭാഗം. അപ്പൊ ഇത്രയും നാളും നമ്മൾ ഓരോ ശ്ലോകങ്ങളില് ദേവിയുടെ കേശാദിപാദം, കേശം മുതൽ പാദം വരെയുള്ള ഓരോ ഭാഗങ്ങളെ പ്രത്യേകം ഓരോ ശ്ലോകങ്ങളിലായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് 2ഉം 3ഉം ശ്ലോകങ്ങളിലായിട്ട് അതിമനോഹരമായിട്ട് ആചാര്യസ്വാമികൾ വർണ്ണിക്കുകയുണ്ടായി. ഇപ്പൊ ഇവിടെ ഒരു സംക്ഷിപ്ത ഭാവനയാണ് നമുക്ക് ദേവിയെക്കുറിച്ച് ഈ ശ്ലോകങ്ങളിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോ ഭൃശം തന്വീ മധ്യേ, മധ്യേ എന്ന് പറഞ്ഞാൽ നടുക്ക്. അതെങ്ങനെയാണ്? ഭൃശം തന്വീ, ആ ശരീരത്തിൻ്റെ ആ മധ്യഭാഗം എങ്ങനെയാണ്? കൃശമാണ് എന്നാണ്. അത് നമ്മൾ 7ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു അല്ലേ? കുണത്കാഞ്ചീദാമ കരികലത കുംഭസ്തനനത പരീക്ഷീണാമധ്യേ പരിണത ശരചന്ദ്രവദന ധനുർബാണാൻ പാശം ശ്രീണിമവിദധാന കരതലൈ പുരസ്ഥാദാസ്ഥാംന പുരമധിതുരാ അഹോ പുരുഷിക. അപ്പൊ എങ്ങനെയാണ് ദേവിയുടെ? കുണത്കാഞ്ചീദാമ കരികലത കുംഭസ്തനനത, കുംഭസ്തനങ്ങളോടുകൂടിയും, പിന്നീടോ പരീക്ഷീണാമധ്യേ പരിണത ശരചന്ദ്രവദന, അത്ര മന്ദഹാസമായിരിക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെയുള്ള തിളങ്ങുന്നതായിരിക്കുന്ന മുഖഭാവത്തോടു കൂടിയും, അതേപോലെ തന്നെ വളരെ കൃശമായിരിക്കുന്ന, വളരെ നൈസർഗികമായി തന്നെ ദേവിയുടെ ആ മധ്യഭാഗം വളരെ കൃശമാണ് എന്നാണ്. പിന്നീട് അത് 79ാമത്തെ ശ്ലോകത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എങ്ങനെ? നിസർഗക്ഷീണസ്യ സ്തനതടഭരേണ ക്ലമജുഷോ നമന്മൂർത്തേർനാരീ തിലക ശനകൈസ്തുട്യദൈവ ചിരം തേ മധ്യസ്യ ത്രുടിതതടിനീ തീരതരുണാം സമാവസ്ഥാസ്ഥേന്നോ ഭവതു കുശലം ശൈലതനയേ. അങ്ങനെ പല 7ാമത്തെ ശ്ലോകത്തിലും 79ാമത്തെ ശ്ലോകത്തിലും എല്ലാം തന്നെ മധ്യേ തന്വീ എന്ന ആ ഭാഗം, അമ്മയുടെ ആ ശരീരത്തിന്റെ മധ്യഭാഗം വളരെ കൃശമാണ്. അല്ലയോ പർവ്വതപുത്രിയായിരിക്കുന്ന, ഉത്തമത്രിയായിരിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീരത്നമേ പാർവതി, നൈസർഗികമായി തന്നെ ആ ക്ഷീണിച്ചിരിക്കുന്ന അമ്മയുടെ എന്തുകൊണ്ടാണ്? അമ്മ ആ സ്തനഭാരം കൊണ്ട് കുനിഞ്ഞും കൂടിയിരിക്കുന്നു, ഒടിഞ്ഞു വീഴാറായിരിക്കുന്നു എന്നുള്ള ശരീരമാണ്. അങ്ങനെയാണ് ദേവിയുടെ ശരീരത്തെക്കുറിച്ച് പല ശ്ലോകങ്ങളിലും ആചാര്യസ്വാമികൾ നമ്മൾ വർണ്ണിച്ചു കണ്ടത്. അപ്പൊ ഇവിടെയും പറയുന്നത് അതാണ്. എന്താണ്? ഭൃശം മധ്യേ പ്രധുരസിജാരോഹ വിഷയേ. എന്താണ്? ഉരസിജാരോഹ വിഷയേ പ്രധു. പ്രധു എന്ന് പറഞ്ഞാല് വലിപ്പമേറിയ എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ഉരസിജാരോഹ വിഷയേ, അമ്മയുടെ ആ മാറിടവും അതേപോലെ തന്നെ അമ്മയുടെ ആ നിതംബവും എന്നാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ ആചാര്യസ്വാമികള് മുമ്പിലുള്ള 81, 82, 83 ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു ഇല്ലേ? ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാനിദംബാദാച്ഛേദ്യ ത്വയി ഹരണരൂപേണ നിദധേ അതസ്തേ വിസ്തീർണോ ഗുരുരയമശേഷം വസുമതീം നിദംബ പ്രാഗ്ഭാര തകയതി ലഘുത്വം നയതി ച. അപ്പോൾ അല്ലയോ പർവ്വതപുത്രിയായിരിക്കുന്ന പാർവതി ദേവി, വിവാഹ സമയത്ത് സാക്ഷാൽ പർവ്വതരാജൻ എന്തായിട്ട് നൽകി എന്നുള്ളതാണ്. അധ്യാത്മിയായിട്ട് അല്ലെങ്കിൽ വരദക്ഷിണയായിട്ട് ആ ഭാഗം അമ്മയ്ക്ക് നൽകി എന്നുള്ളതാണ്. അതെന്താണ്? അതാണ് അമ്മയുടെ നിതംബം. അത് ഈ കാണുന്ന ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെ, പിണ്ടാണ്ടങ്ങളും ബ്രഹ്മാണ്ടങ്ങളെ എല്ലാം തന്നെ അതിനകത്തുള്ളിലായിട്ട് ഉണ്ടാകുന്നു എന്ന് നാം പഠിച്ചു അല്ലേ? സ്വേദാണ്ടോദ്ഭിദ്ഭര ജരായോദ്ഭവതനുപടലീ സാഗരദ്വീപശൈല വ്യാധീർണ ബ്രഹ്മഗോള പ്രതുര ശതകുലം
നിന്നകത്താകമൂലം ആധാരാധാരമമ്മേ തവ തനുചറുതല്ലിന്ദ്രജാലം നിനച്ചാലാധേയാധേയവും നീ അണുവിലുമൈതേ നിത്യസാന്നിധ്യരൂപം. അപ്പൊ ഈ സകല ചരാചരങ്ങളും പിണ്ടാണ്ഡമായിട്ടുള്ളതും ബ്രഹ്മാണ്ഡമായിട്ടുള്ളതുമായ, അപ്പൊ നമ്മൾ ബ്രഹ്മാണ്ഡത്തെക്കുറിച്ചും 14 ലോകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? ഓം ഭൂ ഭുവസ്വ ജന തപ സത്യം എന്നും താഴേക്ക് ഉള്ള അതലം വിതലം സുതലം അങ്ങനെ പാതാളം ഇവയെല്ലാം നമ്മൾ രസാതലം തലാതലം വിതലം പാതാളം ഇവയൊക്കെ നാം പറഞ്ഞു. ഇവയും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ബ്രഹ്മാണ്ഡങ്ങളും സകല ജീവജാലങ്ങളും ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന പിണ്ഡാണ്ഡങ്ങളും ദേവിയിലാണ്, സാക്ഷാൽ ഭഗവതിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു, അതിനകത്താണ്. അപ്പൊ സൃഷ്ടിക്ക് മുഴുവൻ കാരണഭൂതയായിരിക്കുന്നത് സാക്ഷാൽ ദേവിയാണ് എന്ന് പല ശ്ലോകങ്ങളിലൂടെയും പറഞ്ഞു തന്നു. ഇവിടെയും അതൊക്കെ തന്നെയാണ് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ദേവിയുടെ ഗുരുത്വം വിസ്താരമോ ഭൃശം തന്വീ മധ്യേ, അങ്ങനെയുള്ള അമ്മയുടെ ശരീരത്തിന്റെ ആ മധ്യഭാഗം വളരെ കൃശമാണ്, വളരെ നേർത്ത് ഒടിഞ്ഞു വീഴാറായിരിക്കുന്ന ആറ്റിന്റെ കരയില് നമ്മൾ പറഞ്ഞു കരകുത്തി ഒഴുകി ഒടുങ്ങുന്ന ഒരു ആറിന്റെ കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ എങ്ങനെയാണ് പലപ്പോഴും ഇടിഞ്ഞു വീഴാൻ പോകുന്ന രീതിയിൽ വേരിന്റെ ബലത്തിൽ മാത്രം നിൽക്കുന്നു, ഇപ്പൊ വീഴും എന്ന് തോന്നും എന്നാണ്. അങ്ങനെയാണ് ദേവിയെ കാണുമ്പോൾ എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും മറ്റു ഭാഗങ്ങളോ ഗുരുത്വം വിസ്താരം അവയെല്ലാം അമ്മയിലാണ് ഉൾക്കൊള്ളുന്നത്. പക്ഷേ സകല ജീവജാലങ്ങളിൽ ആധേയമമ്മേ തവതനുചറുതൽ ഇന്ദ്രജാലം നിനച്ചാൽ അണുവിലുമൈതേ നിത്യസാന്നിധ്യരൂപം. അപ്പൊ സകല ജീവജാലങ്ങളും അമ്മയുടെ ഉള്ളിലാണെങ്കിലും അമ്മ എല്ലാ ജീവജാലങ്ങളിലും അണോരണീയാൻ വളരെ ചെറുതായിട്ട് ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത് അല്ലേ? അപ്പോ ഇവിടെ എന്താണ്? ഭൃശം തന്വീ മധ്യേ പൃഥുരുരസിജാരോഹ വിഷയേ ഉരസിജാരോഹ വിഷയേ പൃഥു. അപ്പൊ മാറിടവും അതേപോലെ തന്നെ ജഘനവുമെല്ലാം വലിപ്പമേറിയതുമായിരിക്കുന്നതായ എങ്ങനെ ജഗത്രാതും ശംഭോർജയതി കരുണാം കാചിതരുണാം. ശംഭോ ആ പരമശിവന്റെ എന്താണ്? കാചിത് അരുണകരുണ എന്നാണ്. അപ്പോ ചുവപ്പ് നിറഞ്ഞതായിരിക്കുന്ന കാചിത് അരുണ കരുണ എന്നാണ്. അപ്പോ ചുവപ്പ് നിറഞ്ഞതായിരിക്കുന്ന അരുണ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം, കാരുണ്യത്വം എന്ന് അരുണ എന്ന പേരായിരിക്കും, അല്ലെങ്കിൽ ആ ചുവപ്പ് നിറത്തോടു കൂടി അരുണ എന്ന പേരോടുകൂടി കരുണ കാരുണ്യം. അതെന്താണ്? ജഗത്രാതും അത് ആരുടേതാണ്? ശംഭുവിൻ്റെയാണ്. അപ്പൊ ശംഭുവിൻ്റെ കാരുണ്യമാണ് ഈ ഒരു ശക്തി എന്നാണ്. അപ്പൊ ശംഭുവിൻ്റെ കാരുണ്യമാർന്നിരിക്കുന്ന ശക്തിയാണ് സാക്ഷാൽ ഭഗവതി. അതെന്തിനു വേണ്ടിയാണ്? ജഗത്രാതും, ജഗത്തിനെ ത്രാണനം ചെയ്യുന്നതിന് വേണ്ടിയാണ്, ജഗത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള ആ ശക്തി ജയിക്കട്ടെ എന്നാണ്. അപ്പോൾ നമ്മള് ഇത് വളരെ ഇത്രയും നേരം നമ്മളിതിന് ആദ്യം തന്നെ പഠിക്കുന്നത് എങ്ങനെയാണ്? ശിവശക്തിയായുക്തോ യദി ഭവതി ശക്തപ്രഭവിതം നചേദേവം ദേവോ നഖലു കുശലസ്പന്ദിതുമപി എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ശിവ ഇല്ലെങ്കിൽ ശിവനില്ല എന്നാണ് നമ്മൾ. അപ്പൊ ശിവനിൽ നിന്നും അഭിന്നമായിരിക്കുന്ന, ശിവനിൽ നിന്നും ഭിന്നമല്ലാത്ത ഒരു ശക്തിയാണ് എന്ത്? സാക്ഷാൽ ത്രിപുരാംബിക അല്ലെങ്കിൽ നിന്ദുരുവടി അല്ലെങ്കിൽ അമ്മ, ആ ചൈതന്യം എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, ഈ ശക്തി എന്ന് പറയുന്നത് എന്താണ്? സാക്ഷാൽ ശംഭുവിൻ്റെ ജഗത്രാതും ശംഭോർ ജയതി കരുണാകാജിതരുണാം. ആ ശംഭുവിൻ്റെ ജഗത്രാണനത്തിന് വേണ്ടിയുള്ള ചുവപ്പ് നിറത്തോടു കൂടിയുള്ള ശൃംഗാരരസപൂർണമായിരിക്കുന്ന, ശൃംഗാരമാണ് ചുവപ്പ്, ആ ജഗത്തിനെ ശൃംഗാരരസപൂർണമായിട്ടുള്ള രക്ഷയ്ക്ക് വേണ്ടി ആരുടെ? ശംഭുവിൻ്റെ കാരുണ്യമാണ് ഈ ചൈതന്യം, ഈ പരമശക്തിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവതി എന്നാണ്. അപ്പോ എന്താണ് പറഞ്ഞു വരുന്നത്? ദേവി ശംഭുവിൻ്റെ ജഗത് രക്ഷകയായിട്ടിരിക്കുന്ന അല്ലെ, ജഗത്രാതും എന്നാണ്. അപ്പൊ ജഗത് രക്ഷകയായിരിക്കുന്ന കരുണാശക്തിയായി ഈ ശ്ലോകം ദേവിയെ വിവരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം
ശിവാഭിന്നമായിട്ട് ശിവനിൽ നിന്നും വ്യത്യസ്തമല്ലാതിരിക്കുന്ന ആ ചിച്ഛക്തി രൂപം ധരിക്കുന്നത് പരമശിവന്റെ കാരുണ്യ വായ്പ മാത്രമാണ്. അതൊരു മാതൃഭാവം കൈക്കൊണ്ട് മായയെന്നോ അല്ലെങ്കിൽ ശുദ്ധ ജ്ഞാനമെന്നോ അല്ലെങ്കിൽ ശുദ്ധ വിദ്യയെന്നോ പിന്നീടോ ഉമയെന്നോ പാർവതിയെന്നോ ലക്ഷ്മിയെന്നോ സരസ്വതിയെന്നോ ഇങ്ങനെയുള്ള പല രൂപത്തിലും വർണ്ണിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു ഉപാസകന് എങ്ങനെയാണോ ദേവിയെ കാണുവാൻ സാധിക്കുന്നത് അതാണ് ആ ചൈതന്യം. ഒരാൾക്ക് ലക്ഷ്മി എന്നോ സരസ്വതി എന്നോ വിഷ്ണുമായ എന്നോ അല്ലെങ്കിൽ പാർവതി എന്നോ ഉമയെന്നോ ശങ്കരി എന്നോ ഗൗരി എന്നോ ത്രയംബക എങ്ങനെ വേണമെങ്കിലും ഈ ശക്തിയെ വിവരിക്കാം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചൈതന്യത്തിൻ്റെ മഹിമ എന്തുകൊണ്ടാണ്? ശംഭുവിൻ്റെ കരുണയാണ്, ലോകർക്ക് വേണ്ടിയുള്ള ശംഭുവിൻ്റെ കരുണയാണ് എന്നും കൂടി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ഇത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? പ്രപഞ്ച സൃഷ്ടിക്ക് അനിവാര്യമായ അല്ലെങ്കിൽ ആവശ്യം വേണ്ട സമസ്ത രൂപഭാഗങ്ങളെ കുറിച്ചും പറഞ്ഞു ഇല്ലേ? എങ്ങനെയാണ്? അരാളാകേശേഷു, അപ്പം വക്രത. അപ്പൊ പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യം വേണ്ട സമസ്ത രൂപഭാഗങ്ങളെ കുറിച്ചുമാണ് പറഞ്ഞത്. അത് മാത്രമല്ല, വക്രതയെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ പ്രകൃതി സരള മന്ദഹസിതേ എന്ന് പറഞ്ഞു. അപ്പം വളരെ മൃദുവും ആണ് എന്ന് പറഞ്ഞു. പിന്നീടോ ഗിരീഷാഭാചിത്തേ ദൃഷുതുപലശോഭാ കുജതടേ, മറ്റൊരു ഭാഗമാണെങ്കിൽ എന്താണ്? കഠിനമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വക്രതയും ആർജതയും മൃദുലതയും കാഠിന്യവും കൃശവും അതേപോലെ തന്നെ പൃഥുവും അല്ലേ? കൃശം വളരെ മെലിഞ്ഞിട്ട്, പൃഥു എന്ന് പറയുമ്പോൾ വളരെ വലിപ്പമുള്ളത്. അങ്ങനെ കൃശവും വലിപ്പവും എല്ലാം ഒന്നിച്ചിരിക്കുന്നു അല്ലേ? പക്ഷെ ഇതെന്താണ്? അപ്പൊ ഇതെല്ലാം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിരിക്കുന്ന സമസ്ത രൂപഭാഗങ്ങളും ഈ ചൈതന്യത്തില് അല്ലെങ്കിൽ ഈ ഭഗവതിയില് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് എന്നും കൂടിയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങയുടെ അമ്മയുടെ മുടിക്കെട്ടില് വക്രത, പുഞ്ചിരിയിലാണെങ്കിൽ സുകുമാരത, മനസ്സ് മൃദുലത, കുചതടങ്ങളോ കാഠിന്യങ്ങളും, മധ്യഭാഗമാണെങ്കിൽ ക്ഷീണിച്ചതും, പിൻഭാഗമാണെങ്കിൽ വളരെ വലിപ്പമേറിയതുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഈ വിരുദ്ധ ഭാവങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇതെല്ലാം വൈരുദ്ധ്യാത്മകമല്ലേ? പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത ലേഖന കൃശവും വലിപ്പവും ആവും. അങ്ങനെ വിരുദ്ധ ഭാവങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഭഗവതിയുടെ ശരീരത്തിൽ കാന്തിയിൽ ഇവ സമാനമായ ഒരു ഐക്യത്തോടു കൂടി സമ്മേളിച്ചിരിക്കുന്നു. സാധാരണ ജനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ലളിതാ സഹസ്രനാമം വായിച്ചാൽ അതിനകത്തുണ്ടാകാം. എങ്ങനെയാണ്? നീരാഗ രാഗമഥനി, അത് നീരാഗ എന്ന് പറഞ്ഞു. പിന്നീടോ രാഗമഥനി, നിർമ്മദ മദനാശിനി, നിശ്ചിന്ത നിരഹങ്കാര, നിർമോഹ മോഹനാശിനി. അപ്പം ഇങ്ങനെയുള്ള പദങ്ങളാൽ ലളിതാ സഹസ്രനാമത്തിലും വർണ്ണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഭാവഗുണങ്ങളോട് കൂടിയിരിക്കുന്ന, എങ്ങനെ നമ്മൾ ഈ പറഞ്ഞു വക്രതയും ആർജവും പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യം വേണ്ട സമസ്ത രൂപഭാവങ്ങളും എല്ലാം കൂടെ ചേർന്നിരിക്കുന്ന, ഈ ഭാവഗുണങ്ങളെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഭഗവതി അല്ലെ എങ്ങനെ അരുണ എന്ന പേരോടുകൂടി പരമശിവന്റെ കാരുണ്യമൂർത്തിയായിട്ട് പരിണമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അരുണവർണ്ണം നേരത്തെ ഞാൻ പറഞ്ഞു ശൃംഗാരരസ സമ്പൂർണമാണ്. അപ്പോൾ ശൃംഗാരാത്മകമായിരിക്കുന്ന ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ശിവൻ വെള്ളയാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ശ്ലോകത്തിൽ ഒരു വെള്ള പുതപ്പ് പോലെ ആ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. ആ ജ്ഞാനം വെളുപ്പാണ്. അങ്ങനെയുള്ള ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന പരമശിവന്റെ ശൃംഗാരഭാവമാണ് അരുണവർണ്ണം എന്ന് പറയുവാൻ കാരണമെന്ന് ആചാര്യന്മാർ പറയുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ പ്രപഞ്ച സൃഷ്ടിക്കുള്ള കാരുണ്യമാണ് ഈ അരുണാഭാവം, അല്ലെങ്കിൽ എന്നാൽ ആ ഭാവത്തോടു കൂടി അരുണാദേവി പ്രകടമായിരിക്കുന്നത്. ഈ ഭഗവതിയുടെ ഇങ്ങനെയുള്ള ഈ ഭഗവതിയുടെ സ്വരൂപം ഒരിക്കലും മായാതെ, ഒരിക്കലും തളരാതെ സർവകാലവും ജഗത്രാതും ജയതി അല്ലേ? എങ്ങനെയാണ്? ശംഭോർ ജയതി കരുണ കാജിതരുണ, എപ്പോഴും സർവകാലവും വിജയിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അത് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. അരാളാകേശേഷു
പ്രകൃതി സരളാമന്ദഹസിതേ ഗിരീഷാഭാചിത്തേ ദൃശതുബലശോഭാകുജതടേ ദശം തന്വീ മധ്യേ പ്രഭുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോർ ജേതു കരുണാ കാചിതരുണ. ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം നമുക്ക്. അരാളാകേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ. ചൊല്ലിക്കോളൂ. അരാളാകേശേഷു അരാളാകേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ. അരാളാകേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ. ഇത് പറ്റി ഇതാരുമില്ലേ? എല്ലാവരും വരണ്ടാണല്ലോ. എല്ലാവരും ചൊല്ലൂ. എല്ലാവരും മ്യൂട്ട് മാറ്റിയിട്ട് ചൊല്ലി നോക്കൂ. അരാളാകേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ. അരാളാകേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ. ഗിരീഷാഭാചിത്തേ ദൃശതുബലശോഭാകുജതടേ. ഗിരീശാഭാചിത്തേ ദൃശതുബലശോഭാകുജതടേ. ഭൃശം തന്വീ മധ്യേ മധുരസിജാരോഹ വിഷയേ. ഭൃശം തന്വീ മധ്യേ മധുരസിജാരോഹ വിഷയേ. ജഗത്രാതും ശംഭോർ കരുണാ കാചിതരുണ. ജഗത്രാതും യതി കരുണാ കാചിതരുണ. നമ്മളിതിനു മുമ്പ് പഠിച്ചിരിക്കുന്ന പല ശ്ലോകങ്ങളുടെയും ഒരു സംക്ഷിപ്ത രൂപം കൂടിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു 7ാമത്തെ ശ്ലോകമായി, 45ാമത്തെ ശ്ലോകമായി, 75ാമത്തെ ശ്ലോകമായി, 79ാമത്തെ ശ്ലോകമായി, 80, 81, 82, 83 ശ്ലോകങ്ങളെ. ഇവയുടെ എല്ലാം കൂടി ഒരു സംക്ഷിപ്ത രൂപം കൂടിയാണ്. കാരണം ഇതുവരെ 42 മുതൽ 90 വരെ ചൊല്ലിയിരിക്കുന്ന ശ്ലോകങ്ങളുടെ എല്ലാം കൂടെ ഒരു സംക്ഷിപ്തം കൂടി ആണ് ഇപ്പൊ നമ്മളെ 93ാമത്തെ ശ്ലോകം. അത്ര വിസ്താരം, അത്ര ബൃഹത്താണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്നാണ് പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ ചൊല്ലി നോക്കിയിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. അരാളേ കേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ. അരാളാകേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ. ഗിരീഷാഭാചിത്തേ ദൃശതുബലശോഭാകുജതടേ. ഗിരീശാഭാചിത്തേ ദൃശതുബലശോഭാകുജതടേ. ഭൃശം തന്വീ മധ്യേ പൃഥുരസിജാരോഹ വിഷയേ. മധ്യേ വിദുരസിജാരോഹ വിഷയേ. ജഗത്രാതും ശംഭോർ ജയതി കരുണാ കാചിതരുണ. ജഗത്രാതും യതി കരുണാ കാചിതരുണ. നമുക്കിനി 94ാമത്തെ ശ്ലോകം ശ്രമിക്കാം. കളങ്ക കസ്തൂരി രജനികരബിംബം ജലമയം കലാഭി കർപ്പൂരൈർ മരതകരണ്ഡം നിബഡിതം അതസ്ത്വദ്ഭോഗേന പ്രതിദിനമിദം റിക്തകുഹരം വിധർഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. അപ്പൊ എന്താണ് ആ ആകാശത്ത് കാണുന്ന ചന്ദ്രമണ്ഡലത്തെ കുറിച്ചാണ്. ആ ചന്ദ്രമണ്ഡലം ഭഗവതിക്ക് നിത്യേന ഉപഭോഗ സാധനങ്ങൾ അനുഭവിക്കുവാനായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത് അമ്മയുടെ കോസ്മെറ്റിക് ബോക്സ് ആണെന്നാണ് പറഞ്ഞത്. ഉപഭോഗ പെട്ടിയാണ് ഈ ചന്ദ്രമണ്ഡലം എന്നായി പറഞ്ഞു വന്നിരിക്കുന്നത്. എന്താണ് കളങ്ക കസ്തൂരി? എന്താണ് കളങ്കം? നമ്മള് മുയല് അല്ലേ, നമ്മള്
ചന്ദ്രമണ്ഡലത്തിനകത്ത് കാണുന്ന കുട്ടിക്കാലത്ത് മുയൽ എന്ന് പറയുന്ന ഒരു കളങ്കം, ഒരു കറുപ്പ് കാണുന്നുണ്ടല്ലോ, അതിനെ ആണ് കളങ്കം. കളങ്ക, ആ ചന്ദ്രനിൽ കാണുന്ന ഒരു കറുത്ത അടയാളം, അതിനെയാണ് ഇവിടെ കളങ്കം, ചന്ദ്രന്റെ കളങ്കമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കളങ്ക കസ്തൂരി, അതെന്താണ്? നിന്തിരിവടിയുടെ കസ്തൂരിയാണ് എന്നാണ്. അമ്മ നിത്യേന ഉപയോഗിക്കുന്ന കസ്തൂരി എന്ന് പറയുന്ന പദാർത്ഥമാണ് ആ കളങ്കം. രജനികരബിംബം ജലമയം, രജനികരബിംബം എന്ന് പറഞ്ഞാൽ രജനികരബിംബം എന്നാൽ ആ സാക്ഷാൽ ചന്ദ്രബിംബം അത് ജലമയമാണ്, അത് പനിനീരാകുന്നു എന്നാണ്. പിന്നീടോ കലാഭിക്കർപ്പൂരേർ മരതകരണ്ഡം നിബഡിധം, കലാഭിക്കർപ്പൂരൈ, ആ ചന്ദ്രന്റെ കലകളാകുന്ന, ചന്ദ്രൻ എത്ര കലകളാണ്? ഇങ്ങനെ 16 കലകളാണ് ഉണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ എന്താണ്, കറുത്ത ഈ അമാവാസി വരെ വെളുത്തവാവ് കഴിഞ്ഞാൽ വെളുത്തവാവിന് പൂർണ്ണചന്ദ്രനാണ്. ആ പൂർണ്ണചന്ദ്രൻ കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ കലകൾ പൊക്കോണ്ടേയിരിക്കും അല്ലേ? അത് വന്നു കഴിഞ്ഞാൽ അവസാനം അമാവാസ്യയാകുമ്പോൾ എല്ലാം കത്തിക്കഴിഞ്ഞു, വീണ്ടും പൂർണ്ണമായ കറുപ്പായി മാറുകയാണ്. അപ്പം എന്താണ്? കലാഭിക്കർപ്പൂരൈ, ആ അത് കർപ്പൂരങ്ങളാണ്, പച്ചക്കർപ്പൂരങ്ങളാണ് എന്നാണ്. അപ്പം ഓരോ ദിവസവും ഓരോ കലകൾ കത്തി എരിഞ്ഞ് പൊക്കോണ്ടേയിരിക്കുന്നു, അവസാനം അത് അമാവാസിയിലെത്തുന്നു. അങ്ങനെ ചന്ദ്രൻ്റെ ആ 16 കലകളും നശിക്കുന്നു, നശിഞ്ഞ് വീണ്ടും ഉണ്ടാകുന്നു. അത് ഉണ്ടാകുന്നത് എന്താണെന്ന് പറയുന്നു. കലാഭിക്കർപ്പൂരൈ മരതകരണ്ഡം നിബഡിതം. അപ്പൊ കലാഭിക്കർപ്പൂരൈ, കലകളാകുന്ന കർപ്പൂരങ്ങളാണ്. അതെങ്ങനെയാണ്? നിബഡിതം, ഇവകളാൽ നിറഞ്ഞിരിക്കുന്നു. എന്ത്? മരതകരണ്ഡം. അപ്പോൾ മരതകരണ്ഡം എന്നാൽ മരതകക്കല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ സാക്ഷാൽ ചന്ദ്രബിംബം, അല്ലെങ്കിൽ ചന്ദ്രനാകുന്ന കണ്ഠം. കരണ്ഡം എന്നാൽ പെട്ടി, ബോക്സ്, അതിനെയാണ് മരതകരണ്ഡം, മരതകം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പെട്ടി. ആ പെട്ടി എന്താണ്? നിബഡിതമാണ്. എന്തുകൊണ്ട്? കളങ്കം, കസ്തൂരി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ജലമയം പനിനീര് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കലാഭിക്കർപ്പൂരെ, കർപ്പൂരങ്ങളെ കൊണ്ട്, 16 കലകളായിരിക്കുന്ന കർപ്പൂരങ്ങളെ കൊണ്ടും കലകളായിരിക്കുന്ന പച്ചക്കർപ്പൂരത്തെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു എന്നാണ്. അതിനാൽ അതസ്ത്വദ്ഭോഗേന, ത്വദ്ഭോഗേന അങ്ങ് അനുഭവിക്കുന്നത് എങ്ങനെ? ഇതം പ്രതിദിനം എന്നാണ്. അതസ്ത്വദ്ഭോഗേന പ്രതിദിനമിതം, ഇതം പ്രതിദിനം, അങ്ങ് ഇത് എല്ലാ ദിവസവും അമ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അപ്പൊ ദേവിയുടെ പ്രസാദനത്തിന് വേണ്ടി കസ്തൂരി, പനിനീര്, പച്ചക്കർപ്പൂരം തുടങ്ങിയ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രമായിട്ട് ഇവിടെ ചന്ദ്രമണ്ഡലത്തെ വിവരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ശൃംഗാരസ്വരൂപിണിയായിരിക്കുന്ന ദേവി ആ അതിലെ ആ കളങ്കം, ചന്ദ്രന്റെ കളങ്കം കസ്തൂരിയായിട്ടും ചന്ദ്രബിംബത്തെ പനിനീരായിട്ടും കർപ്പൂരം നിറച്ച മരതകമായിരിക്കുന്ന കരമണ്ഡലമാണ്, ആ പാത്രമാണ് ചന്ദ്രമണ്ഡലം എന്നുമൊക്കെ ആണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ദിവസം തോറുമുള്ള ആ ശൃംഗാരസ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവതിയുടെ ദിവസം തോറുമുള്ള എന്താണ് ഉപയോഗത്താൽ, ഉപഭോക്തൃ കൊണ്ട് അത് ഒഴിഞ്ഞു വന്നിരിക്കുന്നു. അന്തർഭാഗം ചന്ദ്രകലകളില്ലാതെ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്ന് അമാവാസിയിൽ എത്തി നിൽക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി വീണ്ടും വിധിർ ഭൂയോ ഭൂയോ, വിധി, ആരാണ് വിധി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? വിധിർ ഭൂയോ ഭൂയോ, വീണ്ടും വീണ്ടും. വിധി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവിനെയാണ്. വിധികർത്താവ് ബ്രഹ്മാവാണല്ലോ. ആ ബ്രഹ്മാവ് വീണ്ടും വീണ്ടും എന്ത്? തവ കൃതേ, തവ കൃതേ, തവ അമ്മ, കൃതേ വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, തവ കൃതേ അമ്മയ്ക്ക് വേണ്ടി, നിബിഡയതി നൂനം, നിബിഡം നിറച്ചു വെക്കുക, നിബിഡയതി നിറച്ചു വെക്കുന്നു, നൂനം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ബ്രഹ്മാവ് വീണ്ടും ആ കലകളെ കൊണ്ട്, പച്ചക്കർപ്പൂരങ്ങളെ കൊണ്ട്, കസ്തൂരിയെ കൊണ്ട് എല്ലാം ആ ചന്ദ്രബിംബത്തെ വീണ്ടും വീണ്ടും ദേവിക്ക് വേണ്ടി പൂർണ്ണമാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ചന്ദ്രൻ ശീതകാരകനാണ് അല്ലേ? അപ്പം രാത്രിയിൽ എപ്പോഴും, അതുകൊണ്ടാണല്ലോ നമ്മൾ ചന്ദ്രൻ്റെ വെളിച്ചം കിട്ടണം, അത് എല്ലാ ജീവജാലങ്ങൾക്കും നല്ലതാണ്. സോമോപി സോമരസം എന്ന് പറയുന്നുണ്ട്, അത് വളരെ ഉത്തമമാണ് എന്നൊക്കെ വേദങ്ങളിലും പറയുന്നുണ്ട്. അപ്പം ചന്ദ്രൻ ശീതകിരണനാണ്. അപ്പോൾ ജലവും ഭഗവതിക്ക് നിത്യം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കാരണം ശീതീകരിക്കണമല്ലോ. അപ്പോൾ നിത്യോപക വസ്തു, ചന്ദ്രൻ്റെ കലകൾ കർപ്പൂരങ്ങളായിട്ട് അത് എരിഞ്ഞു തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ശൂന്യമായി, കറുപ്പായി മുഴുവൻ അല്ലേ? കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ ആ പാത്രം തന്നെ കറുപ്പാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പോൾ അത്ര മനോഹരമായിട്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ അതിനെ കണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ കറുത്ത പക്ഷം, അപ്പോൾ എന്താണ് പറയുക, കറുത്ത പക്ഷം ഒരു ഉപയോഗം കൊണ്ട് കറുത്ത് ശൂന്യമാകുന്നു. ഏത് അങ്ങനെ ഒരു പാത്രമായിട്ടാണ് ഈ ചന്ദ്രമണ്ഡലത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. വെളുത്ത പക്ഷമാകുമ്പോഴോ ഈ വിധി ഭൂയോ ഭൂയോ, ബ്രഹ്മാവ് വീണ്ടും നിറച്ചു വയ്ക്കുകയാണ് ചന്ദ്രൻ്റെ ഈ പറയുന്ന കർപ്പൂര ശകലങ്ങളായിട്ട്. അപ്പോൾ വീണ്ടും അത് വെളുത്ത പക്ഷം. അപ്പോൾ വെളുത്ത പക്ഷത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പൂർണ്ണ ബലവാനായി എല്ലാ കലകളും ചേർത്ത് വെച്ചിരിക്കുന്നു. ഈ പറഞ്ഞ കളങ്കവും കസ്തൂരിയും കർപ്പൂരങ്ങളും എല്ലാം സാക്ഷാൽ ബ്രഹ്മാവ് നിറച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ ചന്ദ്രകലകളാൽ ആ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ട് പൂർണ്ണമായിട്ട് നിൽക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാ ശാസ്ത്രകാരന്മാരും ദൈവീ ചൈതന്യ ശക്തിയെ ഒരു എന്താണ് ചന്ദ്രഗുണാത്മകമായിട്ട് അല്ലെങ്കിൽ ചന്ദ്രാത്മകമായിട്ട് ഗണിക്കുന്നുണ്ട്. നമ്മുടെ ജ്യോതിശാസ്ത്ര വിധിപ്രകാരമെല്ലാം നമ്മൾ ചന്ദ്രനെ ആസ്പദമാക്കിയാണ് നമ്മളുടെ ഫലങ്ങളെല്ലാം, ചാരഫലങ്ങളെല്ലാം തന്നെ നിശ്ചയിക്കുന്നത്, അല്ലേ? ജ്യോതിഷത്തിൽ കൂടുതലും നമ്മുടെ എല്ലാം സൂര്യവശാലല്ല, എല്ലാം ചാരവശാലും എല്ലാം ചന്ദ്രവശാലാണ് എന്നാണ്. അപ്പം ചന്ദ്രന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ 16 കലകൾ തിഥിരൂപങ്ങളായിട്ടാണ്. ഓരോ തിഥി നമുക്കറിയാം, അല്ലേ? പ്രതിപദം, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തി, ഇങ്ങനെ സപ്തമി, ഇങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ അമാവാസി വരെയുണ്ട്, അല്ലെങ്കിൽ പൗർണമി വരെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മാവ് ഈ കരകണ്ഠത്തിൽ നിറച്ചുകൊണ്ടേയിരിക്കുന്നു ദേവിയുടെ ഉപഭോഗത്തിന് വേണ്ടി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ശൃംഗാര എന്താ അർത്ഥം, ഒരൊറ്റ ഒരു വാച്യാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശൃംഗാരരൂപിണിയായിരിക്കുന്ന അല്ലയോ ഭഗവതി, ആ ചന്ദ്രബിംബത്തിലെ കളങ്കം അമ്മയുടെ കസ്തൂരിയാണ്. ചന്ദ്രബിംബമാണെങ്കിൽ സാക്ഷാൽ ചന്ദ്രബിംബമാണെങ്കിൽ പനിനീരായിട്ടുമാണ് ഉപമിക്കുന്നത്. അതോടൊപ്പം തന്നെ കർപ്പൂരം നിറച്ച മരതക കണ്ഠമാണ്, മരതക പാത്രമാണ് സാക്ഷാൽ ചന്ദ്രമണ്ഡലം. അമ്മയുടെ ആ ദിവസം തോറുമുള്ള ഉപഭോക്തത കൊണ്ട്, ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഒഴിഞ്ഞു വരുന്ന അന്തർഭാഗത്തോടു കൂടിയായിത്തീരുന്ന പാത്രം കറുത്ത ശൂന്യമായിത്തീരുന്നു. അങ്ങനെയുള്ള ആ കരകണ്ഠത്തെ നിന്തിരുവടിയുടെ ഉപയോഗത്തിന് വേണ്ടി ഭൂയോ ഭൂയോ വീണ്ടും വീണ്ടും വിധി ബ്രഹ്മാവ് നിബിഡത അതിനെ എന്തു ചെയ്യുന്നു? നിബിഡയതിനൂനം, തീർച്ചയായിട്ടും നിറച്ചു വെച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. കളങ്ക കസ്തൂരി രജനകരബിംബം ജലമയം കലാഭിക്കർപ്പൂരേർ മരതകരണ്ഡം നിബഠിതം അധസ്ത്വദ്ഭോഗേന പ്രതിദിനമിദം റിക്തകുഹരം വിധുർഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. ചൊല്ലിക്കോളൂ. കളങ്ക കസ്തൂരി രജനകരബിംബം ജലമയം കസ്തൂരി രജനികരബിംബമയം കലാഭിക്കർപ്പൂരേർ മരതകരണ്ഡം നിബഠിതം അധസ്ത്വദ്ഭോഗേന പ്രതിദിനമിദം റിക്തകുഹരം വിധുർഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. റിക്ത കുഹരം, ആ അർത്ഥം ഞാൻ പറഞ്ഞില്ല. അതായത് ഉള്ളൊഴിഞ്ഞിരിക്കുന്ന. അപ്പൊ എന്നും പ്രതിദിനം ഉപയോഗിക്കുന്നത് കൊണ്ട് റിക്തകുഹരം എന്ന് പറഞ്ഞാൽ കുഹരം കുഴിയുള്ളത്, അങ്ങനെയുള്ള ആ പാത്രം അതെന്താണ്? റിക്തമായിട്ട് ഒന്നുമില്ലാതെ ശൂന്യമായി തീരുന്നു എന്നുള്ളതാണ്. റിക്തകുഹരം ശൂന്യമായ പെട്ടിയായിട്ട് മാറുന്നു എന്നർത്ഥം. ഓക്കെ, ഒന്നുകൂടെ ചൊല്ലി നോക്കാം. കളങ്ക കസ്തൂരി രജനകരബിംബം ജലമയം കസ്തൂരി രജനികരബിംബം ജലമയം കലാഭിക്കർപ്പൂരൈർമരതകരണ്ഡം നിബിഡിതം
അധസ്ത്വദ്ഭോഗേന പ്രതിദിനമിദം വൃക്തകുഹരം അധസ്തോകേന പ്രതിദിനമിദം രിക്തകുഹരം ഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. ഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. അപ്പൊ ഈ രണ്ട് ശ്ലോകങ്ങള് 93-ഉം 94-ഉമാണ് നാം പഠിച്ചത്. അപ്പൊ ഉണ്ണികൃഷ്ണ സാറ് പറഞ്ഞു 95-ഉം കൂടെ നോക്കാമെന്ന്. പക്ഷെ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനുണ്ടത്. അണിമ ലഘ്യമായ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ 92-ഉം 94-ഉം നമുക്കൊന്നുകൂടെ ഒന്ന് എല്ലാവരും ഒന്ന് ചൊല്ലാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചൊല്ലി നോക്കുക. ജയശങ്കര. ഒരു സംശയം. കർപ്പൂരയിൽ മരതകമാണോ മരകഥമാണോ? മരതകമാണ് അല്ലേ? കർപ്പൂരൈർ മരതകകരണ്ടം. നമ്മള് മരതകം എന്നല്ലേ പറയാ? മരതകം. പക്ഷെ ഇത് മരകഥമാണ്. അല്ല, അത് തെറ്റാണ് സർ. മരതകം നടക്കണമെങ്കിൽ അല്ല, സംസ്കൃതത്തിൽ അത് ശരിയാകട്ടെ. മരകഥ. അതെ, മരതകം തന്നെയാണ് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നത്. അതെ, അർത്ഥം അല്ല മരകഥ. ഇതിലെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ മരകഥ എന്ന് എഴുതിയാലും മരകഥം ഞാനും കേട്ടിട്ടുണ്ട്. മരകഥം എന്ന് പറയുന്നത് ശരിയാണ്. സംസ്കൃതത്തിൽ അങ്ങനെ പറയും മരകഥന്ന്. ഭാഗവത്തിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അതുണ്ടാവാം. സംസ്കൃത പുസ്തകമാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. അത് മരതക കരണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. പാഠഭേദം ഉണ്ട് ചിലതിലൊക്കെ. അതുണ്ടാവാം. അതുപോലെ ശിരീഷാഭ എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത്. ഗിരീഷാഭ എന്നല്ല, ശിരീഷാഭ. പൂവെന്ന് പറഞ്ഞില്ലേ? എന്തൊരു പൂവ്? അരാള കേശേഷു പ്രകൃതി സരള മന്ദഹസിതേ ശിരീഷാഭ. ശിരീഷാഭാന്നും ഗിരീഷാഭാന്നും രണ്ട് ശിരീഷാഭ ഗായാണോ? രണ്ടുമുണ്ട്. രണ്ടും പറയാം. ആരാണ് ചൊല്ലുന്നത്? പറഞ്ഞോളൂ. ആരാണ് ചൊല്ലുന്നത്? ഓരോരുത്തരായിട്ട് വന്നോളൂ. കേശേഷു പ്രകൃതി സരള മന്ദഹസിതേ ഗിരീഷാഭാചിത്തേ ദൃഷദുബലശോഭാ കുചതടേ സ്പൃശം തന്മീ മധ്യേ മൃദുരുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോർജയതി കരുണാകാചിതരുണാ കളങ്കസ്തൂരി രജനികരബിംബം ജലമയം കലാഭികർപ്പൂരൈർമരതകരണ്ടം നിബിഡിതം എഴുതി കൊടുത്തിരിക്കുന്ന കേട്ടോ. നിബിഡിതം തന്നെയാ ഓപ്പളെ. നിബിഡിതം. ഭോഗേന പ്രതിദിനമിദം രിക്തകുഹരം വിധിർഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. നിബിഡന്ന് തന്നെ. നിബിഡയതി നൂനം തവ കൃതേ. അടുത്തവരാണ്? ഞാൻ ചൊല്ലട്ടെ. ആയിക്കോട്ടെ. അരാളാകേശേഷു പ്രകൃതി സരളാ മന്ദഹസിതേ ഗിരീഷാഭാചിത്തേ ദൃഷദുബലശോഭാകുചതടേ പൃശം തന്മീ മധ്യേ പൃഥുരുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോ ജയതി കരുണാകാചിതരുണാ കളങ്കസ്തൂരി രജനികരബിംബം ജലമയം കലാഭികർപ്പൂരൈ മരതകകരണ്ടം നിബിഡിതം അധസ്വാദ്ഭോഗേന പ്രതിദിനമിദം രിക്തകുഹരം
വിധിർഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. ജയശങ്കര. ജയശങ്കര. അടുത്തതാരാണ്? ഞാൻ ജപിക്കാം. ആ, ഞാൻ ശോഭാകൃഷ്ണൻ. ശോഭ ചേച്ചി. അരാളാകേശേഷു പ്രകൃതി സരളാ മന്ദഹസിതേ ശിരീഷാഭാജിത്തേ വൃഷദുബലശോഭാ കുജതടേ ദൃശം ധന്വീ മധ്യേ പൃഥുരുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോ ജയതി കരുണാകാതിതരുണാ കളങ്കകസ്തൂരി രജനികരബിംബം ജലമയം കലാഭി കർപ്പൂരൈ മരതകരണ്ഡം നിബിഡിതം ഹതസ്ത്വദ്ഭോഗേന പ്രതിദിനമിദം രിക്തകുഹരം വിധിർഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. ജയശങ്കര. ജയശങ്കര. അടുത്തതാരാണ്? കവിത അശോക്. ഞാൻ ചൊല്ലാം. ഹരാളാകേശേഷു പ്രകൃതി സരളാ മന്ദഹസിതേ ശിരീഷാഭാചിത്തേ വൃഷദുബലശോഭാ കുജതടേ പൃശം തന്നീ മധ്യേ പൃഥുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോ ജയതി കരുണാ കാചിദരുണാ കളങ്ക കസ്തൂരി രജനികരബിംബം ജലമയം കലാഭി കർപ്പൂരൈർമരതകരണ്ഡം നിബഡിതം അധസ്ത്വദ്ഭോഗേന പ്രതിദിനമിദം രിക്തകുഹരം വിധിർഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. ജയശങ്കര. ജയശങ്കര. അടുത്തത് ശ്രീകുമാരി ചേച്ചി. ചൊല്ലാം. അരാളാകേശേഷു പ്രകൃതി സരളാ മന്ദഹസിതേ ശിരീഷാഭാചിത്തേ വൃഷദുബലശോഭാ കുജതടേ ഭൃശം തന്വീ മധ്യേ പൃഥുരുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോർജയതി കരുണാകാചിതരുണാ കളങ്കകസ്തൂരീ രജനികരബിംബം ജലമയം കലാഭേ കർപ്പൂരൈർമരതകരണ്ഡം നിബിഡിതം അധസ്ത്വദ്ഭോഗേന പ്രതിദിനമിദം രിക്തകുഹരം വിധിർഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. ജയശങ്കര. ജയശങ്കര. അടുത്തത് അമ്മ. ജേട്ടന്റെ അമ്മ ചെല്ലുന്നുണ്ടോ? കാണുന്നില്ല. സജനാജി. അമ്മ ചൊല്ലുന്നോ? ഇല്ല, ചൊല്ലുന്നില്ല. സജനാജി ചൊല്ലിച്ചോളാം. അരാളാകേശേഷു പ്രകൃതി സരളാ മന്ദഹസിതേ ശിരീഷാഭാചിത്തേ ദൃശതുൽതുപലശോഭാ കുജതടേ വൃശം തന്വീ മധ്യേ പൃഥുരുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോ ജയതി കരുണാകാചിതരുണാ കളങ്കകസ്തൂരീ രജനികരബിംബം ജലമയം കലാഭി കർപ്പൂരൈർമരതകരണ്ഡം നിബിഡിതം അധസ്ത്വാദ്ഭോഗേന പ്രതിദിനമിദം രിക്തകുഹരം വിധിർഭൂയോ ഭൂയോ
निपीडयति नूनं तव कृते ജയശങ്കര. ശ്രീകരേട്ടതി. ഇല്ല, എന്റെ കയ്യില് പുസ്തകം ഇല്ല, ഞാൻ വേറെ സ്ഥലത്താ, അതൊന്ന് ചെല്ലാൻ പറ്റും. ഉണ്ണികൃഷ്ണൻ സാർ. ഉണ്ണികൃഷ്ണൻ സാർ കേൾക്കുന്നുണ്ടോ? വിഷ്ണുവേട്ടൻ. ഇല്ല, അടുത്ത പ്രാവശ്യം ചൊല്ലാം. ആ, ആയിക്കോട്ടെ. അപ്പൊ നമുക്കിന്ന് ഇന്നത്തെ ഉണ്ണികൃഷ്ണൻ സാർ ചൊല്ലുന്നുണ്ടോ? അങ്ങനെ മ്യൂട്ടാണ്. ഓക്കെ. ജ്യോതിഷം കൂടെ ചൊല്ലിയിട്ട് ഒന്നങ്ങ് അവസാനിപ്പിച്ചോളൂ അല്ലേ ജയശങ്കര? ജയശങ്കര. അരാളകേശേഷു പ്രകൃതി സരളാമന്ദഹസിതേ ശിരീഷാഭാചിത്തേ ദൃശതുബലശോഭാ കുജതടേ വൃഷം തന്വീ മധ്യേ പൃഥുരസിജാരോഹ വിഷയേ ജഗത്രാതും ശംഭോ ജയതി കരുണാ കാജിതരുണ കളങ്കക്കസ്തൂരീ രജനികരബിംബം ജലമയം കലാഭികർപ്പൂരൈർമരതകരണ്ഡം നിബിഡിതം അധസ്ത്വദ്ഭോഗേന പ്രതിദിനമിദം റിക്തകുഹരം വിതിർഭൂയോ ഭൂയോ നിബിഡയതി നൂനം തവ കൃതേ. ജയശങ്കര. എന്തായാലും ഇന്ന് 94-ാമത്തെ ശ്ലോകത്തിലെത്തി നിൽക്കുകയാണ്. ജേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് 10-ാം ഉദയത്തിന് ഇത് പൂർണ്ണമാക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞ പോലെ നമുക്കൊരു റിവിഷൻ, ഇതിന് ശേഷം റിവിഷനും നമുക്ക് ചെയ്യാം. കാരണം ഇത് ഈ 100 ശ്ലോകങ്ങളും നാം ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത്ര മനോഹരമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ജഗദീശ്വരയുടെ കാരുണ്യ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോക സമസ്ത സുഖനോ ഭവന്തു. ജയശങ്കര. ശങ്കര. ജയശങ്കര. ശങ്കര. ജയശങ്കര.